നീ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ഞാൻ ചെയ്തതും പറഞ്ഞതും അത് മറ്റുള്ളവർക്ക് മുറിവേറ്റു എന്ന് നിനക്ക് ബോധ്യമുണ്ടോ? എങ്കിൽ നീ ക്ഷമ പറയണം, നീ ക്ഷമയാചിക്കണം. അപ്രകാരം നീ ക്ഷമയാചിക്കുന്ന പക്ഷം ആ മുറിവ് ഉണങ്ങുന്നതില്ലെങ്കിൽ, ആ മുറിവ് ഉണങ്ങാൻ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ മാനസാന്തരം അല്ല, വീണ്ടും പകയും അകൽച്ചയും വിദ്വേഷവും കൊണ്ട് അവൻ നിഴലിലൂടെ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ വീണ്ടും അലഞ്ഞ് നടക്കും. വചനം കാണിച്ചു തരുന്നത് നീ മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കാനല്ല, ഇതിൽ മരണത്തിൻ്റെ നിഴൽ വീണ അവസ്ഥയിൽ ജീവിക്കാനല്ല, മറിച്ച് പ്രകാശം ഉദിച്ചു എന്നുള്ള ബോധ്യം ദൈവമായ കർത്താവ് തൻ്റെ ഏകജാതനെ നിനക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയിലൂടെ നൽകുമ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ പ്രകാശമാകണം എന്നും കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് മാനസാന്തരത്തിൻ്റെ പടവുകൾ കയറാൻ നിനക്ക് സാധിക്കണം. അതിന് നീ വാതിലുകൾ തുറന്നു കൊടുക്കണം. അത് ഇല്ലാതെ നീ വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. ഞാൻ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു എന്ന് പറയുന്നതും വ്യർത്ഥമാണ്. പരിശുദ്ധമായ ദരഹായ്ക്ക് ശേഷമുള്ള ഒന്നാം ഞായറാഴ്ച സഭ നമുക്ക് നൽകുന്നത് കർത്താവ് യേശു മിശിഹായുടെ പരസ്യ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഈശോ മിശിഹ ഈ ഭൂമുഖത്തേക്ക് വന്നതിൻ്റെ കാതലായ സന്ദേശം മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിൽ പിറന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മനുഷ്യനായി പിറക്കുവാൻ തക്കവിധം ഈ ഭൂമിയിൽ ശരീരമെടുത്ത കർത്താവ് യേശു മിശിഹായുടെ ജീവിത സന്ദേശം മുഴുവൻ മാനസാന്തരത്തിൻ്റെ വിളവുകൾ മനുഷ്യ മക്കളിൽ ഉണ്ടാകണമെന്നുള്ള ആഴമേറിയ ബോധ്യത്തോടും ആ വലിയ കാഴ്ചപ്പാടോടും കൂടിയാണ് ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുക. ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗത്ത് വ്യക്തമായി കാണുന്നു, മരണത്തിൻ്റെ മേഖലയിൽ നിഴലിലും വസിച്ചവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്യുന്നു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചവർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിൻ്റെ ആഴം നമുക്ക് ബോധ്യമാകാൻ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ മരണകരമായ സാഹചര്യങ്ങളാണ്. മരണത്തിന് നിഴൽ വീണ താഴ്വരയാണ്. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദീർഘദർശി ഇപ്പോൾ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഒരനർത്ഥവും എനിക്ക് ഉണ്ടാവുകയില്ല, ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം മരണത്തിന് നിഴൽ വീണ താഴ്വര എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ അന്തരം നടക്കാൻ തടസ്സം ഉണ്ടാക്കുന്ന മേഖലകളാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിന് മറ്റൊരു പ്രകൃതത്തിലേക്കുള്ള ഒരു നീക്കമാണ്, പുതിയ സൃഷ്ടിയിലേക്കുള്ള ഒരു യാത്ര. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിത്തീരേണ്ട ഒരവസ്ഥ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അതാണ്. ഇന്നലെ ആയിരുന്നതുപോലെയല്ല ഇന്ന്, അതല്ലെങ്കിൽ ഇന്ന് ആയിരിക്കുന്നത് പോലെ ആകരുത് നാളെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത്, ഏതെല്ലാം ഭാരങ്ങളും ഏതെല്ലാം ആകുലതകളും ഏതെല്ലാം ബുദ്ധിമുട്ടുകളും നമ്മളെ പിന്തുടരുന്നോ അതൊക്കെ മാറ്റിവെക്കാൻ, ഒരുപക്ഷെ അത് ശാരീരികതയിലും മാനസികമായ അവസ്ഥയിലും നമ്മെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപക്ഷെ മുറിവുകളാകാം, തടസ്സങ്ങളാകാം, വലിയ മാനസികമായ ബന്ധനങ്ങളാകാം. ഇവയൊക്കെ മാറ്റി നിർത്താൻ നാം കാണിക്കുന്ന, അല്ലെങ്കിൽ നീ കാണിക്കുന്ന ആ ദൈവികമായ കാഴ്ചപ്പാടാണ് മാനസാന്തരത്തിലേക്കുള്ള നീക്കത്തിന് തുടക്കം കുറിക്കുക. അതുകൊണ്ട് മനസ്സിൻ്റെ അന്തരം, മനസ്സിൻ്റെ മാറ്റം, മനസ്സിൻ്റെ നവീകരണം ഇവ സാധ്യമാകണമെങ്കിൽ നീ തന്നെ നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കണം, ദൈവത്തിങ്കിലേക്ക് നോക്കണം. ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവനാണ് നീയെങ്കിൽ നിന്റെ മനസ്സിന് മാറ്റം സംഭവിക്കും. നീ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു എന്ന് നടിക്കുകയും അതിൽ ദൈവത്തിലേക്ക് നീ ഉയരാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുകയും ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കുകയും ചെയ്യുന്ന പ്രവണത നമുക്കുണ്ടെങ്കിൽ അത് മാനസാന്തരത്തിന് യാതൊരു ഗുണവും നമുക്ക് നടത്തുന്നില്ല.
അതുകൊണ്ട് മാനസാന്തരം ലഭിക്കുന്നവർ കിട്ടുന്ന ഗിഫ്റ്റ്, സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ ദൈവരാജ്യമാണ്. ദൈവരാജ്യം നിന്റെ അരികിലുണ്ട്. പക്ഷെ നീ ഇതുവരെ അത് കാണുവാനോ ആസ്വദിക്കുവാനോ സാധിക്കാത്ത വിധം നീ മുറിപ്പെട്ട് നടക്കുകയാണ്. നിന്റെ മനസ്സിന് മുറിവേറ്റിരിക്കുന്നു. ഈ മുറിവേറ്റ മനസ്സ് എപ്രകാരമാണ് ഇനി ശുദ്ധമാക്കേണ്ടത്, അത് മുറിവ് ഉണക്കേണ്ടത്? അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ കാഴ്ചപ്പാടുകൾ വരിക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത് ഇതുകൊണ്ടാണ്. അതേവിധം ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 13 വാക്യങ്ങൾ നമ്മളെ കാണിച്ചു തരിക. നീ തന്നെ നിന്നെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും അനുഭവത്തിലൂടെ ഒന്ന് കടത്തിവിടുക. ഒരു രൂപാന്തരീകരണം പ്രാപിക്കണമെങ്കിൽ, രൂപമാറ്റം സംഭവിക്കണമെങ്കിൽ നിന്റെ കാഴ്ചപ്പാടുകൾക്ക് എവിടെയാണ് വൈകല്യം സംഭവിച്ചത്? നീ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ഞാൻ ചെയ്തതും പറഞ്ഞതും അത് മറ്റുള്ളവർക്ക് മുറിവേറ്റു എന്ന് നിനക്ക് ബോധ്യമുണ്ടോ? എങ്കിൽ നീ ക്ഷമ പറയണം, നീ ക്ഷമയാചിക്കണം. അപ്രകാരം നീ ക്ഷമയാചിക്കുന്ന പക്ഷം ആ മുറിവ് ഉണങ്ങുന്നതില്ലെങ്കിൽ, ആ മുറിവ് ഉണങ്ങാൻ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ മാനസാന്തരം അല്ല. വീണ്ടും പകയും അകൽച്ചയും വിദ്വേഷവും കൊണ്ട് അവൻ നിഴലിലൂടെ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ വീണ്ടും അലഞ്ഞു നടക്കും. വചനം കാണിച്ചു തരുന്നത് നീ മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കാനല്ല, ഇതിൽ മരണത്തിൻ്റെ നിഴൽ വീണ അവസ്ഥയിൽ ജീവിക്കാനല്ല, മറിച്ച് പ്രകാശം ഉദിച്ചു എന്നുള്ള ബോധ്യം ദൈവമായ കർത്താവ് തൻ്റെ ഏകജാതനെ നിനക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയിലൂടെ നൽകുമ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ പ്രകാശമാകണം എന്നും കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് മാനസാന്തരത്തിൻ്റെ പടവുകൾ കയറാൻ നിനക്ക് സാധിക്കണം. അതിന് നീ വാതിലുകൾ തുറന്നു കൊടുക്കണം. അതും ഇല്ലാതെ നീ വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. ഞാൻ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു എന്ന് പറയുന്നതും വ്യർത്ഥമാണ്. ഇന്നലെ യാത്രയിൽ ഒരു സംഭവമുണ്ടായി. മോറ്റൊഴുകി പോകുമ്പോൾ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരാളോട് സ്വല്പം ഗൗരവത്തോടെ തന്നെ കർക്കശത്തോടെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മുറിവേറ്റത് മാത്രമല്ല, അദ്ദേഹം പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, നീ വിളിക്കണം, കാരണം നീ പുരോഹിതനാണ്. അവനൊരു സാധാരണ കുടുംബജീവിതം നയിക്കുന്നവനാണ്. അവൻ്റെ കാഴ്ചപ്പാടിനേക്കാൾ, അവരുടെ ചിന്തകളേക്കാൾ കുറച്ചുകൂടി ഔന്നത്യമുള്ളതാകണം നിനക്ക് എന്നുള്ള ബോധ്യം നിന്നപ്പോൾ ഞാൻ വിളിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞത് ഈ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു നാന്ദി കുറിച്ച സംഭവമാണ്. ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, നീ പൊറുക്കണം, ഞാൻ പറഞ്ഞത് നിനക്ക് മുറിവേറ്റു, ഞാൻ പറഞ്ഞത് നിന്നെ ക്ഷണിപ്പിച്ചു. അപ്പോൾ അവൻ പറയുക, ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നിയതേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് അച്ഛനെ തിരിച്ചു വിളിക്കണമെന്ന് കരുതിയതേ ഉള്ളൂ, എനിക്ക് സന്തോഷമായി അച്ഛാ, എനിക്ക് സന്തോഷമായി. ഉടനെ ചിരിച്ചു അവൻ ആനന്ദത്തോടെ എന്നോട് പറയുക, എനിക്ക് സന്തോഷം. അച്ഛൻ എന്നോട് സോറി ഒന്നും പറയണ്ട, അച്ഛൻ എന്നോട് സോറി പറയരുത്, എനിക്ക് സന്തോഷമായി, അച്ഛൻ എന്നെ വിളിച്ചല്ലോ. പ്രിയമുള്ള മക്കളെ, ഇത് മാനസാന്തരത്തിൻ്റെ അനുഭവമാണ്. ഈ മാനസാന്തരത്തിൻ്റെ അനുഭവം മുറിവേൽക്കുന്ന സമയത്ത്, മുറിപ്പെടുന്ന സമയത്ത് തിരിച്ചറിവുണ്ടാകാൻ നമ്മെ സഹായിക്കും. അത് മാത്രമല്ല, ദൈവത്തോട് അടുക്കാൻ നമ്മെ സഹായിക്കും. ദൈവരാജ്യം നിന്റെ അടുത്തുണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ മാനസാന്തരമാണ് നമുക്ക് വേണ്ടത്. ആ മാനസാന്തരത്തിന് നിന്റെ മനസ്സിനെ നീ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ആ മനസ്സിലേക്കാണ് നീ ദൈവത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ നീ ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിന്റെ മനസ്സ് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ശിലാഹൃദയമായിട്ട് തന്നെയാണ് നീ കുർബാനയെ വഹിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അത് നിനക്ക് ഭാരമായി അനുഭവപ്പെടും, അത് നിനക്ക് ശിക്ഷാവിധിയായി മാറും. ഒരിക്കലും മനസ്സറിഞ്ഞ് ആരോടും വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. മനസ്സറിഞ്ഞ് നീ ആരോടും വിദ്വേഷം പുലർത്തരുത്. മനസ്സറിഞ്ഞ് നീ ആരോടും പക വെച്ച് പുലർത്തരുത്. മനസ്സറിഞ്ഞ് നീ ക്ഷമ പറയാതെയും ഇരിക്കരുത്. തെറ്റുകളേറ്റ് മനുഷ്യൻ ബലഹീനനായതുകൊണ്ട് അവനെപ്പോഴും ബലഹീനമായ സാഹചര്യങ്ങളുണ്ടാകും. ചീത്ത പറയും, അസഭ്യ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തും, സ്വന്തം തീരുമാനം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കും. സ്വന്തം കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ വളരെ വലിയ വേദനാജനകമായ സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരും. മനുഷ്യൻ ബലഹീനനാണ്, മൃഗതുല്യമാണ് നമ്മുടെ മനുഷ്യ പ്രകൃതം.
അതുകൊണ്ട് ആദ്യമേ ആക്രോശിക്കുന്നത്, ചാടി ചീത്ത പറയുന്നത്, ചാടി അടിക്കാൻ പോകുന്നത്, ചാടി നമ്മൾ അസഭ്യം പുലമ്പിക്കൊണ്ട് നടക്കുന്നത്, ആദ്യത്തെ മനുഷ്യൻ്റെ സ്റ്റെപ്പ് മനുഷ്യൻ മൃഗമായതുകൊണ്ട്, മൃഗതുല്യമായ ലക്ഷണങ്ങളുള്ളതുകൊണ്ടാണ്. അടുത്ത സ്റ്റെപ്പിലേക്കാണ് ചിന്തിക്കുകയുള്ളൂ, ഞാൻ പറയേണ്ടായിരുന്നു, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അത് ദൈവികമാണ്. ഈ ദൈവികമായ കാഴ്ചപ്പാടിനെ നമുക്ക് വില കൊടുക്കാവൂ. അതല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് മൃഗതുല്യമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറും, അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചു ചീന്താനുള്ള ശ്രമം, അല്ലെങ്കിൽ ഞാനാണ് വലിയവനെന്ന് കാണിക്കാൻ നോക്കും. എന്നേക്കാൾ അവൻ ബലഹീനനാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തിയേ പറ്റും. അതുകൊണ്ട് ഞാൻ എന്ത് വഴികളും ആരായും, ഏത് കുറുക്കു വഴികളും ആരായും, ഏത് കുടില തന്ത്രവും മെനയും, ഏത് ദുഷ്ടവഴിയിലേക്ക് ഞാൻ നടന്നു പോകും. അത് മൃഗമാണ്. അതുകൊണ്ടല്ലേ കാട്ടിലെ മൃഗങ്ങളുടെ കഥകൾ പറയുമ്പോൾ, ജീവിതങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകുന്നത്, ഒന്നൊന്നിനെ കീഴ്പ്പെടുത്തിയാലേ ഒന്നിന് ജീവിക്കാൻ പറ്റും. ഒന്നൊന്നിനെ തിന്നു തീർക്കാൻ വേണ്ടിയാണ് ഒന്നിൻ്റെ പിന്നാലെ ഓടുന്നത്, അല്ലാതെ സ്നേഹം കൊണ്ടല്ല, കരുതൽ കൊണ്ടല്ല. എൻ്റെ വിശപ്പടക്കാൻ എനിക്ക് നിന്നെ വേണം. എൻ്റെ വിശപ്പ് അത് മൃഗീയമാണ്. എൻ്റെ ഇഹലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചുള്ള ദാഹം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഒറ്റ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാനസാന്തരം നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ ഉണ്ടാകാൻ കർത്താവേ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമല യൂഹാനൻ മാർ തെയോഡോഷ്യസ് തിരുമേനിയെ ഇന്ന് പരിശുദ്ധ കുർബാന പ്രത്യേകം നോക്കോർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് തെയോഡോഷ്യസ് തിരുമേനിയുടെ നാമഹേതുക തിരുനാൾ ഔദ്യോഗികമായി നമ്മൾ സഭ ആചരിക്കുക. ഇന്നലെ അത് മൂവാറ്റുപുഴ ഭദ്രാസന ദേവാലയത്തിൽ ആഘോഷിച്ചുവെങ്കിലും ഇന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ദിവസം. അന്ന് തിരുമേനിയുടെ നാമഹേതുകം തിരുനാളത്തെ നാമം സ്വീകരിച്ച തെയോഡോഷ്യസ് എന്ന അർഷിവര്യനായ ആ കർമ്മയോഗിയായ ആ മെത്രാപ്പൊലീത്ത മനസ്സിൻ്റെ ശക്തി തിരുമേനിയെ ശക്തിപ്പെടുത്തുവാനും അദീർഘവീക്ഷണവും കർമ്മനിരതമായ പ്രവർത്തനശൈലിയും പിതാവിനെ സ്വാധീനിക്കുവാനും അങ്ങനെ പുണ്യമായ ജീവിതത്തിലൂടെ സഭയെ നയിക്കുവാൻ ശക്തി ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.